അല്ല ചേച്ചി, ഇതെന്താണ് ന്യൂസിലൊക്കെ ഫുള്ള് നിതീഷ് കുമാറാണല്ലോ സ്റ്റാർ ആവാതെ പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇത് അപ്പ ജയിക്കെന്ന് വിചാരിച്ചുണ്ടാക്കിയ അവിയൽ മുന്നണിയുടെ ഫൗണ്ടറിൽ ഒരാളല്ലേനോ അയാള്. അല്ല ചേച്ചി, ഇയാളിപ്പോ എന്തിനാ എൻ്റെ വിട്ടുപോയേ? ഇന്നലെയും മുഖ്യമന്ത്രി, ഇന്നും മുഖ്യമന്ത്രി. ഇതിലിപ്പോ എന്താ വലിയ കാര്യമുള്ളേ? ഇയാൾ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്നേ? അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ആദ്യത്തേത്, ഈ നിതീഷ് നമ്മൾ വിചാരിക്കുന്ന ആളല്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ മോദിയുടെ നേതൃത്വത്തിൽ NDA അധികാരത്തിൽ വരാനാണ് ചാൻസ്. അപ്പോൾ ഏത് സൈഡിൽ നിൽക്കുന്നതാ ലാഭം? മഹാസഖ്യത്തിനെ തുടർന്ന് JDUവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണോ, അതോ മുഖ്യമന്ത്രി പദവും പാർട്ടിയും ഒക്കെയായി കഴിഞ്ഞുകൂടണോ? പിന്നെ തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിൽ JDUവിനെ പിളർത്താനുള്ള ശ്രമം ഉണ്ടെന്നാണ് കേട്ടത്. അങ്ങനെയെങ്കിൽ നിതീഷിൻ്റെ കാര്യം തീരുമാനമാകും. അതാണ് രണ്ടാമത്തെ കാര്യം. അത് ശരി, ഈ ലാഭം നോക്കുന്നതൊക്കെ ഓക്കെ. പക്ഷേ ഈ മറുകണ്ഠം ചാടുന്ന നിതീഷ് കുമാറിനെ BJP-ക്കാർ പിന്നെയും തന്നെ കൂട്ടത്തിൽ കൂട്ടണേ. ആളെ കൊണ്ട് ഇപ്പം ഇത്ര വലിയ ഉപയോഗമുള്ളേ? അതാ മോളെ രാഷ്ട്രീയം. അങ്ങനെ ചുമ്മാതുള്ള വിജയമൊന്നല്ല 2024 BJP ലക്ഷ്യമിടുന്നത്. ബീഹാറിലും ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഉൾപ്പെടെയുള്ള വലിയ വലിയ സംസ്ഥാനങ്ങളിൽ നിന്ന് കുറേയധികം സീറ്റ് BJPക്ക് ഉറപ്പിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 40 മണ്ഡലങ്ങളിൽ 39ലും ജയിച്ചത് BJPൻ്റെയും JDUവിൻ്റെയും സഖ്യമായിരുന്നു. അതായത് ഏത് സൈഡിൽ പോയാലും കുറഞ്ഞത് 15% മുതൽ 16% വരെ വോട്ട് നൈസായി പെട്ടിയിലെത്തിക്കാൻ പവറുള്ള പാർട്ടി തന്നെയാണ് നിതീഷിൻ്റെ JDU. OBC വിഭാഗക്കാരുടെയും പട്ടിക വിഭാഗക്കാരുടെയും നിതീഷിൻ്റെ സമുദായമായ കുർമികളുടെയും വോട്ട് BJPക്ക് അനുകൂലമാകുമ്പോൾ പുളിക്കോ? അപ്പുറത്ത് പോകുമ്പോൾ പോകാത്ത ധാർമ്മികത ഇപ്പുറത്ത് വരുമ്പോൾ നോക്കണ്ടല്ലോ. അപ്പം അതായത് പറഞ്ഞു വരുന്നത് ജനാധിപത്യത്തിൽ വോട്ടിനും അധികാരത്തിലാണ് കൂടുതൽ പ്രാധാന്യം എന്നാണ്. അതെ, സംശയം എന്താ? ജനാധിപത്യത്തിൽ വോട്ടും സീറ്റും കിട്ടുന്നവരെ ഭരണത്തിൽ വരും. അധികാരമുണ്ടെങ്കിലേ പാർട്ടി നയം നടപ്പിലാകും. 370 വകുപ്പ് റദ്ദാക്കലും രാമക്ഷേത്രവും വെറുതെ ഉണ്ടാകില്ലല്ലോ.